നിങ്ങൾക്കും പ്രസംഗകരാകാം എന്ന പ്രസംഗ പരിശീലന പരിപാടിയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ദേശം പ്രസംഗത്തിൻ്റെ കാതലാണ്. പല പ്രസംഗങ്ങളും പരാജയപ്പെടുന്നത് അതിൽ വ്യക്തമായ സന്ദേശം ഇല്ലാതെ പോകുന്നു എന്നതുകൊണ്ടാണ്. ആശയവും സന്ദേശവും രണ്ട് കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയണം. ആശയങ്ങൾ ജീവിതഗന്ധിയായി അവതരിപ്പിക്കുമ്പോഴാണ് അത് സന്ദേശമായി മാറുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്രം തെറ്റുകൂടാതെ അവതരിപ്പിച്ചാൽ അത് പ്രസംഗമാവുകയില്ല. ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തന്നെ എങ്ങനെയാണത് സന്ദേശമായിട്ട് പറയുക എന്ന് ശ്രദ്ധിക്കുക. സ്വാതന്ത്ര്യം മനുഷ്യന് ജന്മാവകാശമാണ്. അതിനുവേണ്ടി നാം പോരാടണം. അല്ലെങ്കിൽ നിതാന്ത ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വില. അതുമല്ലെങ്കിൽ ഇന്ന് ആവശ്യം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് എന്നിങ്ങനെ ഏതെങ്കിലും ഒരു ചിന്ത അവതരിപ്പിക്കുമ്പോൾ അത് സന്ദേശമായി പരിഗണിക്കാം. പ്രസംഗത്തിൽ പ്രധാനമായും ഒരു സന്ദേശമാണ് അവതരിപ്പിക്കേണ്ടത്. പല സന്ദേശങ്ങളുണ്ടാകുമ്പോൾ കേൾവിക്കാരിൽ ആശയക്കുഴപ്പമുണ്ടാകും. മാത്രവുമല്ല, അവതരിപ്പിക്കുന്ന ആശയം അതിൻ്റെ സമഗ്രതയിൽ അവതരിപ്പിക്കാൻ സാധിക്കാതെയും വരും. പ്രസംഗത്തെ ഒരു വൃക്ഷത്തോട് ഉപമിക്കാം. വൃക്ഷം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന് ഒരു തായ്തടി മാത്രമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രഭാഷകൻ പറയുന്ന സന്ദേശത്തെ വിശദീകരിക്കാനും വിപുലീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഉപആശയങ്ങളും കഥകളും സംഭവങ്ങളും സ്ഥിതിവിവര കണക്കുകളുമൊക്കെ ആകാം. ചിന്തയുടെ തിളക്കവും അവതരണത്തിൻ്റെ പുതുമയും കൊണ്ട് സന്ദേശം ആകർഷകമാകണം. പ്രസംഗത്തിൽ ഒരേ പ്രാധാന്യത്തിൽ പല ആശയങ്ങൾ അവതരിപ്പിക്കുന്നവർ തലപ്പ് കടിച്ച് കടന്നു പോകുന്ന ആട്ടിൻപറ്റത്തെ പോലെയാണ് എന്ന് പറയാറുണ്ട്. പശു മേയുന്ന രീതിയാണ് പ്രസംഗത്തിന് യോജിച്ചത്. പശുവിനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തെ പുല്ല് മുഴുവൻ അത് തിന്ന് വെടിപ്പാക്കുന്നു. അതുപോലെ ആശയത്തിൻ്റെ ആഴത്തിലേക്കും പരപ്പിലേക്കും പ്രഭാഷകൻ യാത്ര ചെയ്യണം. പ്രഭാഷകൻ്റെ മനസ്സ് തെളിനീര് പോലെ ശുദ്ധവും നീലാകാശം പോലെ വ്യക്തവുമായിരിക്കണം. അതായത് അവ്യക്തതയുടെ കരിനിഴൽ ഉണ്ടാകാൻ പാടില്ല. ആശയവിനിമയ വിദഗ്ധനായ ഡെയ്ൽ കാർണി പറഞ്ഞു, പ്രഭാഷണത്തിൻ്റെ വിജയം ആശയങ്ങളുടെ കൃത്യതയെ ആശ്രയിച്ചിരിക്കുന്നു. കാര്യകാരണ ബന്ധവും യുക്തിഭദ്രതയുമാണ് പ്രഭാഷണത്തിൻ്റെ കരുത്തെന്ന് വിൻസ്റ്റൺ ചർച്ചിൽ വിശ്വസിച്ചു. ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് പോലെയാണ് സന്ദേശം. അത് ദീർഘമല്ല, പക്ഷേ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. സന്ദേശം വികസിപ്പിക്കുന്നതിന് എല്ലാ വിജ്ഞാന ശാഖകളിൽ നിന്നും വിവരങ്ങളും വിഭവങ്ങളും ചേർക്കാവുന്നതാണ്. ഒരു സന്ദേശം വികസിപ്പിക്കുന്നതിന് പ്രധാനമായും 3 മാർഗങ്ങളുണ്ട്. ഒന്ന്, അപഗ്രഥന രീതി, അനലിറ്റിക്കൽ മെത്തേഡ്. 2, കാലക്രമാനുഗത രീതി, ക്രോണോളജിക്കൽ സീക്വൻസ്. 3, സംയോജന രീതി, സിന്തറ്റിക് മെത്തേഡ്. ഇവ ഓരോന്നും നമുക്ക് പരിശോധിക്കാം. അപഗ്രഥന രീതി എന്ന് പറയുന്നത് വിഷയത്തിൻ്റെ നാനാവശങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ഈ രീതി ഏത് വിഷയങ്ങൾ പഠിക്കുന്നതിനും സഹായകമാണ്. പ്രഭാഷകൻ വിഷയം നന്നായി വിശകലനം ചെയ്യണം. ഉപരിതല സ്പർശിയായ പ്രസംഗം ശ്രോതാക്കൾ അവഗണിക്കും. വിഷയ വിശകലനത്തിന് 5 ചോദ്യങ്ങൾ സഹായിക്കും.
വാട്ട് എന്ത്, വൈ എന്തുകൊണ്ട്, വെൻ എപ്പോൾ, വെയർ എവിടെ, ഹൂ ആര് എന്നിവയാണ് ആ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഏത് വിഷയവും നമുക്ക് അപഗ്രഥിക്കാൻ സാധിക്കും. ഒരു പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കുന്നത് പോലെയുള്ള പ്രക്രിയയാണ് വിശകലനം. ഭീകരതയ്ക്കെതിരെ മാനവിക കൂട്ടായ്മ എന്നതാണ് പ്രസംഗ വിഷയമെന്ന് സങ്കല്പിക്കുക. പ്രഭാഷകൻ്റെ യുക്തമനുസരിച്ച് സന്ദേശം നിശ്ചയിക്കാം. ഭീകരത അമർച്ച ചെയ്യാത്ത പക്ഷം അത് മനുഷ്യകുലത്തെ ഇല്ലാതാക്കും. ഭീകരത സമാധാനകാംക്ഷികൾക്ക് ജീവിക്കാനുള്ള അവകാശം ഭരണകൂടങ്ങൾ ഉറപ്പാക്കണം. ഭീകരതയ്ക്കെതിരെ എല്ലാ രാജ്യങ്ങളും അഭിപ്രായ ഭിന്നത വെടിഞ്ഞ് ഒന്നിച്ചു പോരാടണം എന്നിങ്ങനെ ഭീകരതയ്ക്കെതിരെ ഏത് സന്ദേശം വേണമെങ്കിലും അവതരിപ്പിക്കാം. ചോദ്യങ്ങളിലൂടെ എങ്ങനെയാണ് വിശകലനമെന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം എന്ത് എന്നതാണ്. ഭീകരതയ്ക്കെതിരെ മാനവിക കൂട്ടായ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഭീകരത എന്നാൽ എന്ത്? രണ്ട്, മാനവിക കൂട്ടായ്മ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പ്രഭാഷകൻ കണ്ടെത്തണം. അതിന് വായനയും ഗവേഷണവും ആവശ്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന പൊതുവായ കാര്യങ്ങൾ പറഞ്ഞ് പ്രഭാഷകൻ സ്വയം വിഡ്ഢിയാകരുത്. എന്തുകൊണ്ട് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഭീകരരും ഭീകരപ്രവർത്തനവും ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ഇവിടെ അന്വേഷിക്കുന്നത്. എപ്പോൾ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. എന്നു മുതൽ ഭീകരപ്രവർത്തനം ആരംഭിച്ചുവെന്നാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. എവിടെ എന്ന ചോദ്യത്തിന് ഭീകരപ്രവർത്തനത്തിൻ്റെ ഉറവിടങ്ങളും സങ്കേതങ്ങളും അനാവരണം ചെയ്യണം. അവസാനത്തെ ചോദ്യം ആര് എന്നതാണ്. ഭീകരപ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, ഭീകര ആക്രമണത്തിന് ഇരയായവർ ഇതൊക്കെ പരിശോധിക്കുന്നത് ആര് എന്ന ചോദ്യം വഴിയാണ്. അപഗ്രഥന രീതിയെക്കുറിച്ച് ഇത്രയും വിശദമായി പറഞ്ഞത് ഏത് വിഷയങ്ങൾ വികസിപ്പിക്കുമ്പോഴും ഏത് പ്രസംഗങ്ങൾ രൂപപ്പെടുത്തുമ്പോഴും ഈ രീതി സ്വീകാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ്. ശാസ്ത്രീയമായി പ്രസംഗകല അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർ വിഷയത്തെ ആസ്പദമാക്കി ഈ ചോദ്യങ്ങൾ എഴുതുകയും ഓരോന്നിനും ഉത്തരം തയ്യാറാക്കുകയും വേണം. ഇങ്ങനെ തയ്യാറാക്കുന്ന ഉത്തരങ്ങൾ പ്രസംഗമോ സന്ദേശമോ ആണെന്ന് ആരും കരുതരുത്. അത് വിവരശേഖരണം മാത്രമാണ്. അതിൽ നിന്നാണ് പ്രസംഗം തയ്യാറാക്കേണ്ടത്. അതേക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ വിശദമായി ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇവിടെ അത് ഞാൻ വിസ്തരിക്കുന്നില്ല. സന്ദേശം വികസിപ്പിക്കുവാനുള്ള രണ്ടാമത്തെ മാർഗമാണ് കാലക്രമാനുഗത രീതി. ഇന്നലെ, ഇന്ന്, നാളെ എന്നതാണ് കാലത്തിൻ്റെ ക്രമം. ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ രീതിയിൽ വികസിപ്പിക്കാൻ കഴിയുന്നത്. സ്വാതന്ത്ര്യദിന സന്ദേശമാണെന്ന് കരുതുക. ഇന്നലെ ഇങ്ങനെയായിരുന്നു. ബ്രിട്ടീഷ് അടിമത്തം മുതൽ 1947 വരെ എന്നതാണ് ഇവിടെ പറയേണ്ടത്. ഇന്ന് ഇങ്ങനെയാണ്. 1947 മുതൽ പ്രസംഗിക്കുന്ന ആ സമയം വരെയാണ് ഇതിൻ്റെ പരിധിയിൽ വരിക. നാളെ എന്ന് പറയുന്നിടത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം അവതരിപ്പിക്കണം. ഇന്നലെ എന്നിടത്ത്
അടിമത്തത്തിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ചും അതിനെതിരെ ഉയർന്ന സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും പറയാം. ഇന്ന് എന്നുള്ളിടത്ത് സ്വതന്ത്ര ഭാരതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ സ്ഥാപിക്കാം. എന്നാൽ നാളെ എന്ന് പറയുന്നിടത്ത് സ്വാതന്ത്ര്യം ആവശ്യമാണ് എന്ന് തന്നെ പറയണം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധരാകണമെന്നോ വികസനമാണ് സ്വാതന്ത്ര്യമെന്നോ യഥാർത്ഥ സ്വാതന്ത്ര്യം പൗര സ്വാതന്ത്ര്യമാണെന്നോ ഒക്കെ സന്ദേശമായി പറയാം. മൂന്നാമത്തെ മാർഗം സംയോജിത രീതിയാണ്. ഇങ്ങനെയാണ് അതുകൊണ്ട് എന്നതാണ് ഈ രീതി. രാഷ്ട്രീയക്കാർ പൊതുവെ ഉപയോഗിക്കുന്ന രീതിയാണിത്. നിലവിലുള്ള സംവിധാനത്തെയോ നയത്തെയോ ഭരണകൂടത്തെയോ നിശിതമായി വിമർശിക്കുന്നു. മറയില്ലാതെ പറഞ്ഞാൽ കുറ്റം പറയുന്ന രീതിയാണിത്. കുറ്റം കണ്ടുപിടിക്കാനും കുറ്റം പറയാനും പ്രത്യേക പരിശീലനത്തിൻ്റെ ആവശ്യമില്ല. നിലവിലുള്ള സംവിധാനം മാറ്റി ഞങ്ങളെ പ്രതിഷ്ഠിക്കണമേ എന്നാണ് സന്ദേശമായി അവർ പറയുന്നത്. ചുരുക്കത്തിൽ മേൽ വിവരിച്ച 3 മാർഗങ്ങളിൽ അപഗ്രഥന രീതിയാണ് എല്ലാ വിഷയങ്ങൾക്കും സ്വീകാര്യമായത് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാമല്ലോ.